സുഭാഷിതങ്ങൾ 22, 23, 24, 25. അർത്ഥാനാം ആർജനേ ദുഃഖം ആർജിതാനാം തു രക്ഷണേ ആയേ ദുഃഖം വ്യയേ ദുഃഖം അർത്ഥം കിം ദുഃഖഭാജനം. വളരെ പ്രയാസപ്പെട്ടാണ് ധനം സമ്പാദിക്കുക. സമ്പാദിച്ചത് സൂക്ഷിച്ചു വയ്ക്കുന്നതിനും വളരെ പ്രയത്നം ആവശ്യമാണ്. നേടുന്നതിലും ചെലവിടുന്നതിലും ദുഃഖം തന്നെ. അപ്പോൾ എന്തേ സമ്പത്ത് എന്നും ദുഃഖകാരണമാണോ? അർത്ഥം അനർത്ഥം ഭാവയ നിത്യം നാസ്തി തതഃ സുഖലേശ സത്യം പുത്രാദപി ധനഭാജാ ഭീതി സർവത്രൈഷാ വിഹിതാ രീതി. അർത്ഥം, അതായത് ധനം എപ്പോഴും അനർത്ഥമുണ്ടാക്കുമെന്ന് കരുതിക്കൊള്ളുക. ധനത്തിൽ നിന്നും അല്പം പോലും സുഖമുണ്ടാകയില്ല എന്നത് സത്യമാണ്. ധനമുള്ളവന് സ്വന്തം പുത്രനിൽ നിന്ന് പോലും ഭയമാണ്. ഈ രീതി ഇന്ന് നാട്ടുനടപ്പുള്ളതായിട്ട് തീർന്നിരിക്കുകയാണ്, നമുക്കറിയാമല്ലോ. ഉത്തമം സ്വാർജിതം വിത്തം മധ്യമം പിതുരാർജിതം അധമം സേവയാ വൃത്തി സ്ത്രീവിത്തം അധമാധമം. സ്വയം നേടുന്ന സമ്പത്ത് ഉത്തമവും പൈതൃകമായി കിട്ടുന്നത് മധ്യമവും സേവാവൃത്തി കൊണ്ട് നേടുന്ന ധനം അധമവും സ്ത്രീധനം, പോക്കറ്റ് മണി തുടങ്ങിയ സ്ത്രീയുടെ പേരിൽ സ്വായത്തമാക്കുന്ന സമ്പത്ത് അത്യന്തം അധമവും ആകുന്നു. ദാതവ്യം ഭോക്തവ്യം സതി വിഭവേ സംഗ്രഹേന കർത്തവ്യഃ പശീഹ മധുകരാണാം സഞ്ചിതമർത്ഥം ഹരന്തി ലോകോ അന്യേ. ധനമുള്ളപ്പോൾ കൊടുക്കുകയും അനുഭവിക്കുകയും വേണം. രണ്ടും ചെയ്യാതെ കൂട്ടിവെക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല. തേനീച്ച സംഭരിച്ചു വയ്ക്കുന്ന സമ്പത്ത് മറ്റുള്ളവർ അപഹരിക്കുന്നത് കാണുന്നില്ലേ? സ്വരൂപിക്കുന്നവന് അനുഭവയോഗം ഇല്ല. ഈ സുഭാഷിതങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.